ഇത്തവണ പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിലെ മത്സരിക്കുന്ന ഒരാൾ KCR ആണ്. മുൻ MLA KC രാജഗോപാൽ ആണ്. സഖാവ് ഇത്തവണ മത്സരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലേക്ക്. അങ്ങ് മുൻ MLA കൂടിയായിരുന്നു. എന്താണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? പാർട്ടി തീരുമാനിച്ചതാണ്. പഞ്ചായത്ത് പിടിക്കണം, ഭൂരിപക്ഷ വാർഡുകളും ജയിക്കണം. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ഈ പ്രാവശ്യം. ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കണമെന്നുള്ള കാഴ്ചപ്പാടനുസരിച്ച് ഞങ്ങൾ 3 ഏരിയ കമ്മിറ്റി അംഗവും ഞാനും മത്സരരംഗത്തുണ്ട്. അങ്ങനെ ഭൂരിപക്ഷം സീറ്റും കഴിഞ്ഞ പ്രാവശ്യം തന്നെ 7 ഉള്ളായിരുന്നു 13. അങ്ങനെ ഒരു വാർഡ് നറുക്കിൽ പോയി, മറ്റൊരു വാർഡ് 3 വോട്ടിനും തോറ്റു. പ്രാവശ്യം ഭൂരിപക്ഷം വാർഡും പിടിച്ച് സുശക്തമായ ഒരു പഞ്ചായത്ത് ആക്കി, പഴയ മെഴുവേലിയാക്കി മാറ്റി. അടുത്ത വരുന്ന എല്ലാ രാഷ്ട്രീയ പോരാട്ടത്തിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ അതിനോട് രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് പാർട്ടിയുടെ എന്നെ കൂടെ മത്സരിക്കണമെന്ന് പറഞ്ഞു. മാത്രമല്ല 75 വയസ്സ് കഴിഞ്ഞപ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവായപ്പം ഇനിയും സമയമുണ്ടല്ലോ നാട്ടിൽ വർക്ക് ചെയ്യണമെന്ന് 1 വർഷം മുമ്പ് മുതൽ നാട്ടുകാരും പാർട്ടി സഹാക്കളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ പാർട്ടി തീരുമാനിക്കുകയും ചെയ്തപ്പോൾ മത്സര രംഗത്തേക്ക് വന്നു. KCRനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം പ്രായം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പത്തനംതിട്ടയിൽ എവിടെ CPMൻ്റെ മാത്രമല്ല സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ വാർത്തെടുക്കുമ്പോൾ അവിടെയെല്ലാം KCRനെ കാണാൻ സാധിക്കും. പലപ്പോഴും വേദിയിൽ മാത്രമല്ല ആളുകളുടെ ഒപ്പം വന്നിരിക്കുന്ന ഒരു KCRനെ ആ ഒരു സേവനം തന്നെ തുടരുക അല്ലേ, ജനങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുക, അതാണല്ലോ കാണുന്നത്. ഞാൻ ഏതാണ്ട് 15 വയസ്സുള്ളപ്പോൾ 14 വയസ്സുള്ളപ്പോൾ മുതൽ പൊതുരംഗത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും എല്ലാ തൊഴിലാളി പ്രവർത്തനം. ഇന്ന് തന്നെ ഞാൻ രാവിലെ 3 തൊഴിലാളി യൂണിയൻ്റെ യൂണിറ്റ് യോഗത്തിൽ പത്തനംതിട്ട ടൗണിൽ പങ്കെടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്. അങ്ങനെ ദേശാഭിമാനി പത്രം ഒരു യൂണിറ്റിൻ്റെ 30 പത്രം ഏറ്റുവാങ്ങുകയും ചെയ്തു. അവരെനിക്ക് കെട്ടിവെക്കാനുള്ള കാശും തരികയും ചെയ്തു. അങ്ങനെ ജനങ്ങളുടെയും എല്ലാ മേഖലയിലും എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുന്നതുകൊണ്ട് എനിക്കൊരു പുതിയ ഒരു ജോലി എന്ന നിലയിലല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ഒരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. മുൻപ് പഞ്ചായത്ത് ഭാരവാഹിത്വം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലേ? വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പ്രസിഡന്റുമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുമായിരുന്നു ഈ സോഷ്യൽ മീഡിയ കാണുന്ന പോസ്റ്ററിൻ്റെ അകത്ത് ഒപ്പം VSൻ്റെ ചിത്രം. അങ്ങ് VSൻ്റെ ഒപ്പം MLA ആയിട്ടുള്ള ആളാണ്. ആ നിയമസഭ ഉണ്ടായിരുന്നു. അപ്പോൾ VS ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും. ആ ഒരു ചിത്രം നോക്കുമ്പോൾ ആ ഒരു ഓർമ്മ മനസ്സിലുണ്ടാവില്ല. VSനെയും പിണറായിയെയും മൺമറന്നു പോയ എല്ലാ നേതാക്കന്മാരും ഇഷ്ടമാണെങ്കിലും എനിക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും ഏറ്റവും പ്രിയപ്പെട്ട ആൾ VS ആണ്. എനിക്ക് VSനെ ഒരിക്കലും മറക്കാൻ ഒക്കില്ല. എന്നെ ഏറ്റവും സന്തോഷപൂർവ്വം ഒരു മകനെപ്പോലെ കണ്ട് വാത്സല്യത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. ഞങ്ങളുടെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആരോ ഇട്ട ഒരു പോസ്റ്റാണ് അത് VSനെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെയോ ഇഷ്ടമില്ല എന്നർത്ഥമില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം VSനെയാണ്. അത് കഴിഞ്ഞാൽ AKജിയാണ്. അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ജനങ്ങൾക്കൊപ്പമാണ് KCR എന്നും. കാരണം ഞാനത് പറയാൻ കാരണം പലപ്പോഴും സ്റ്റേജിനെക്കാട്ടും കൂടുതൽ പലപ്പോഴും നമ്മൾ കാണുന്ന ആളുകളുടെ ഒപ്പം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മുൻ MLA വന്ന ആളുകളുടെ ഒപ്പം ഇരിക്കുന്ന ആ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രീതിയെല്ലാം. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിജയിക്കട്ടെ. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിത് ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.